കൂടെ നമുക്കൊന്ന് കഴിഞ്ഞ വർഷത്തെ SBIPO പ്രീയുടെ റീസണിങ്ങിന് പേപ്പറിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്യാം. ഓക്കെ, ആദ്യത്തേത് ഓക്കെ, ഇത് പസിലാണ്, വായിച്ച് നോക്കുക. 8 persons A, B, C, D, P, Q, R and S are sitting around a rectangular table in such a way that 4 persons sit on each of 4 corners of the table and other 4 persons sit on the middle of each side. ഓക്കെ, 8 പേര് ഒരു റെക്റ്റാങ്കുലർ ടേബിളിന് ചുറ്റിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് 4 പേര് കോർണറിലും 4 പേര് സൈഡിൻ്റെ മിഡിലുമായിട്ട് ഇരിക്കുന്നത്. The one who sits in the corner of table faces opposite center of table. ഓക്കെ, കോർണറിൽ ഇരിക്കുന്നവർ സെൻറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കുന്നത്, അതായത് അവർ പുറത്തേക്ക് നോക്കിയിരിക്കുന്നത്. ആൻഡ് the one who sits at the middle side of the table faces towards the center of the table. ഓക്കെ, സൈഡിലിരിക്കുന്നവർ, അതായത് നമ്മുടെ സൈഡിന് നടുക്കിയിരിക്കുന്നവർ അകത്തേക്ക് നോക്കിയിരിക്കുന്നത്. പേഴ്സൺ സിറ്റിംഗ് ഓൺ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കുന്നത്, മാറിയൊന്നുമല്ല ഇരിക്കുന്നത്. ഓക്കെ, ഇനി ഹിൻറ്റുകളാണ്. അപ്പോൾ ഹിൻറ്റുകൾ മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആ റെക്റ്റാങ്കിൾ അങ്ങ് വരച്ചിട്ടേക്കാം. ഓക്കെ, ഇനി ഇതിൽ കോർണറിലിരിക്കുന്നവർ പുറത്തേക്കും ഈ സൈഡിലിരിക്കുന്നവർ അകത്തേക്ക് നോക്കിയിരിക്കുന്നത്. അപ്പോൾ കോർണറിലിരിക്കുന്നവരെല്ലാവരും പുറത്തേക്ക് മാർക്ക് ചെയ്യുക, എന്നിട്ട് സൈഡിലിരിക്കുന്നവരെല്ലാം അകത്തേക്ക് മാർക്ക് ചെയ്യുക. 1, 2, 3, 4. ഓക്കെ, ഇനി ഹിൻറ്റുകളാണ്. Q സിറ്റ്സ് ഇമ്മീഡിയറ്റ് ടു ദ റൈറ്റ് ഓഫ് D. Q ഡിയുടെ തൊട്ട് റൈറ്റിലിരിക്കുന്നത്. അപ്പോൾ ഡിയുടെ തൊട്ട് റൈറ്റിലാണ് Q ഇരിക്കുന്നത്. അപ്പോൾ R and C ആർ സിറ്റിംഗ് ഓപ്പോസിറ്റ് ഈച്ച് അതർ. R സിയും നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ആറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സി ഇരിക്കുന്നത്. ഓൺലി 1 പേഴ്സൺ സിറ്റ് ബിറ്റ്വീൻ A ആൻഡ് B ഹു ഈസ് നോട്ട് നിയർ ടു D. ഓക്കെ, എക്കും ബിക്കും ഇടയ്ക്ക് ഒരാളേ ഉള്ളൂ. ബി ഡിയുടെ അടുത്ത് വരത്തില്ല. അപ്പോൾ ഡിയുടെ അടുത്ത് ബി വരത്തില്ല. ബിക്കും എക്കും ഇടയ്ക്ക് ഒരാൾ. സി സിറ്റ്സ് നിയർ ടു ക്യൂ. ക്യൂവിൻ്റെ അടുത്താണ് സി വരുന്നത്. അപ്പോൾ ക്യൂവും സിയും അടുത്തടുത്താണ്. 2 പേഴ്സൺ ബിറ്റ്വീൻ ഡി ആൻഡ് എസ് ഹു ഫേസസ് ടു ദ സെൻറ്റർ. ഓക്കെ, ഡിക്കും എസിനിടയ്ക്ക് 2 പേരുണ്ട്. ഡിക്കും എസിനിടയ്ക്ക് 2 പേര്. എസ് സെൻറ്റർ നോക്കിയിരിക്കുന്നത്. സെൻറ്ററിൽ നോക്കുന്നവർ സൈഡിലല്ല ഇരിക്കുന്നത്. അപ്പോൾ എസ് ഏതോ ഒരു സൈഡിലാണ്. ഇത്രയാണ് നമ്മുടെ ഹിൻറ്റുകൾ. അപ്പോൾ ഹിൻറ്റുകൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഹിൻറ്റുകൾ നമ്മൾ ലിങ്ക് ഉണ്ടോ നോക്കുക. ഡിയുടെ തൊട്ട് റൈറ്റിൽ ക്യൂവിൻ്റെ അടുത്ത് സി വരും, സിയുടെ ഓപ്പോസിറ്റ് R. ഇനി ഡിക്കും എസിൻ്റെ ഇടയ്ക്ക് 2 പേരുണ്ട്. ഡിയുടെ അടുത്ത് ബി വരത്തില്ല, പക്ഷേ ബിക്കും എക്ക് ഇടയ്ക്ക് ഒരാളുണ്ട്. പിന്നെ നമ്മുടെ എസ് ഒരു സൈഡിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ എവിടെ നിന്ന് തുടങ്ങാൻ നോക്കണ്ടേ. അപ്പോൾ തുടങ്ങുമ്പോൾ നമ്മളെപ്പോഴും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് തുടങ്ങാം. അപ്പോൾ ഇവിടെ എസ് ഒരു സൈഡിലാണെന്ന് പറഞ്ഞ് എഴുതിയിട്ടില്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ എസ് ഒരു സൈഡിൽ, അപ്പോൾ എസ് ഇവിടെയാണെന്ന് വിചാരിക്കാം. ഇനി എസിന് ഡിക്ക് ഇടയ്ക്ക് 2 പേരുണ്ട്. അപ്പോൾ എസ് ഇവിടെ, എസ് കഴിഞ്ഞ് 2 കഴിഞ്ഞ് ഒന്നുകിൽ ഡി ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ എസ് കഴിഞ്ഞ് 2 കഴിഞ്ഞ് ഡി ഇവിടെ ആയിരിക്കും. എവിടെയാണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഡി തലക്കാലം ഇവിടെയാണെന്ന് വിചാരിച്ച് നമുക്ക് തുടങ്ങാം. ഇനി ഡിയുടെ തൊട്ട് റൈറ്റിൽ ക്യൂ, ഡി ഇവിടെ, ഡിയുടെ റൈറ്റിൽ ക്യൂ. ഡി പുറത്തേക്ക് നോക്കിയിലിരിക്കുന്നത്. അപ്പോൾ ഡിയുടെ റൈറ്റിൽ ക്യൂ ഇവിടെ. ഇനി ക്യൂവിൻ്റെ അടുത്ത് സി ഉണ്ട്. ക്യൂവിൻ്റെ അടുത്ത് സി, ഇത് ഡിയുടെ പോസിബിലിറ്റി അല്ലേ, ഇത് നമുക്ക് മാച്ചളഞ്ഞേക്കാം. അപ്പോൾ ക്യൂവിൻ്റെ അടുത്ത് സി ഇവിടെ. ഇനി സിയുടെ ഓപ്പോസിറ്റ് R. സി ഇവിടെ ആണെങ്കിൽ സിയുടെ ഓപ്പോസിറ്റ് R ഇവിടെ. ഇനി എന്താണുള്ളത്, ഡിയുടെ അടുത്ത് ബി വരത്തില്ല. ഡിയുടെ അടുത്ത് ബി വരത്തില്ല. അപ്പോൾ ബി ഇവിടെ വരത്തില്ല. ഇനി ബി ഇടാൻ സ്ഥലമുള്ള എവിടേക്കുള്ളത്, ഇവിടെ ഇടാം അല്ലെങ്കിൽ ഇവിടെ ഇടാം. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ബിക്കും എക്കിടയ്ക്ക് ഒരാൾ. ബി കഴിഞ്ഞാൽ ഒന്നും എ ഇടാൻ പറ്റത്തില്ല. ബി ഇവിടെ ഇട്ടാൽ ഒന്നും എ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ബി ഇവിടെ വരത്തില്ല. ഇനി ബി ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ബി കഴിഞ്ഞ് 1 കഴിഞ്ഞ് എ ഇവിടെ ഇടത്തില്ല. ബി കഴിഞ്ഞ് 1 കഴിഞ്ഞ് എ ഇവിടെ ഇടത്തില്ല. അപ്പോൾ മനസ്സിലായി ഡിയുടെ പോസിബിലിറ്റി ഇതല്ല. ഡിക്കിന് ഒരു പോസിബിലിറ്റിയും കൂടെ ഇല്ലേ, അത് നമുക്ക് എടുത്ത് നോക്കാം. ബാക്കിയെല്ലാം നമുക്ക് മാച്ച് കളയാം. ഓക്കെ, അപ്പോൾ എസ് കഴിഞ്ഞ് 2 കഴിഞ്ഞിട്ട് ഡിയുടെ തൊട്ട് റൈറ്റിൽ ക്യൂ. ഇനി ക്യൂവിൻ്റെ അടുത്ത് സി വരും. ക്യൂവിൻ്റെ അടുത്ത് സിയുടെ ഓപ്പോസിറ്റ് R. സി ഇവിടെ ആണെങ്കിൽ സിയുടെ ഓപ്പോസിറ്റ് R ഇവിടെ. ഇനി ഡിയുടെ അടുത്ത് ബി വരത്തില്ല. ഡിയുടെ അടുത്ത് ബി ഇവിടെ വരത്തില്ല. ഇനി ബി എവിടെ ഇടാം, ഇവിടെ ഇടാം. ബി ഇപ്പോൾ നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ബി കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് എ, ബി കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് എ ഇടാൻ പറ്റത്തില്ല. ബി കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് എ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ബി ഇവിടെയല്ല, ബി ഇവിടെ. ബി കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് എ ഇവിടെ ഇടാറോ. ഓക്കെ, ഇനി ഒരാളും കൂടി ഇടാൻ ബാക്കിയുള്ളൂ. ABCD PQRS. ABCD PQRS. പിയും കൂടെ ഇടാനുള്ളൂ. ഇതാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അറേഞ്ച്മെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നെ ചെയ്യാമല്ലോ. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഹു എമംഗ് സിറ്റ്സ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് പി. പിയുടെ തേർഡ് ടു ദ റൈറ്റിൽ ആരാണ് കണ്ടുപിടിക്കാമല്ലോ. ഹൗ മെനി പീപ്പിൾ സിറ്റ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ വെൻ കൗണ്ട് ടു ദ ലെഫ്റ്റ് ഓഫ് പി. ഓക്കെ, പിയുടെ ലെഫ്റ്റിൽ നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ പിക്കും ക്യൂവിനോടൊക്കെ എത്ര പേരുണ്ടെന്ന്. ഫോർ ദ ഫോളോയിങ് ഫോർ എലക്ട് ഇൻ എ സെർട്ടൻ വേ ഹെൻസ് ഫോം എ ഗ്രൂപ്പ്. ഇതിനകത്ത് ഓഡ് വൺ കണ്ടുപിടിക്കുക. RDPCB. R D P
സി ബി. ഇതിൽ ബി മാത്രം അകത്തേക്ക്, ബാക്കി എല്ലാവരും പുറത്തേക്ക്. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ, പൊസിഷൻ ഓഫ് ആർ വിത്ത് റെസ്പെക്ട് ടു. ഓക്കെ, ബാക്കി നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ബ്ലഡ് റിലേഷൻ വെച്ചുള്ള ക്വസ്റ്റ്യൻ നോക്കുക. 8 പേഴ്സൺ ഇൻ 3 ജനറേഷൻ ഓഫ് ദ ഫാമിലി. ഒരു ഫാമിലിയിൽ 3 ജനറേഷൻ ഉണ്ട്, അതിൽ 8 പേരുണ്ട്. അപ്പോൾ ഫാമിലിയിൽ 3 ജനറേഷൻ ഉണ്ട്. അപ്പോൾ ഏറ്റവും മുകളിൽ ഫസ്റ്റ് ജനറേഷൻ, പിന്നെ സെക്കൻഡ് ജനറേഷൻ, പിന്നെ തേർഡ് ജനറേഷൻ. കെ ഈസ് ഡോട്ടർ ഇൻ ലോ ഓഫ് ജി. ജിയുടെ ഡോട്ടർ ഇൻ ലോ ആണ് കെ. ഓക്കെ, എം ഈസ് ഫാദർ ഓഫ് എൽ, ഹു ഈസ് ഡോട്ടർ ഇൻ ലോ ഓഫ് പി. എല്ലിൻ്റെ ഫാദറാണ് എം, എൽ പിയുടെ ഡോട്ടർ ഇൻ ലോ ആണ്. ഓക്കെ, എച്ച് ഈസ് ബ്രദർ ഇൻ ലോ ഓഫ് ജി ആൻഡ് ഓൺലി സൺ ഓഫ് എഫ്. ഓക്കെ, എച്ച് ജിയുടെ ബ്രദർ ഇൻ ലോ ആണ്, അതുപോലെ എഫിൻ്റെ ഓൺലി സൺ ആണ് എച്ച്. ടി ഈസ് ഗ്രാൻഡ് സൺ ഓഫ് എഫ്. എഫിൻ്റെ ഗ്രാൻഡ് സൺ ആണ് ടി. ഓക്കെ, നമ്മളിവിടെ 3 ജനറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. എഫിൻ്റെ ഗ്രാൻഡ് സൺ ആണ് ടി. അപ്പോൾ എഫിൻ്റെ കൊച്ചിൻ്റെ കൊച്ചാണ് ഈ ടി വരുന്നത്. അപ്പോൾ ഏറ്റവും മുകളിൽ എഫ് വരും, അതിൻ്റെ താഴെ എഫിൻ്റെ മകനാണോ മകളാണോ അയാൾ വരും, പിന്നെ ഏറ്റവും താഴെ ടി വരും. ടി ഈസ് ഗ്രാൻഡ് സൺ എന്നല്ല പറഞ്ഞേക്കുന്നത്. അപ്പോൾ ടി ഒരു മെയിലാണ്. അപ്പോൾ മെയിലാന്ന് കാണിക്കാൻ നമ്മൾ പ്ലസ് ഇട്ടിട്ടുണ്ട്, ഫീമെയിലാന്ന് കാണിക്കാൻ നമ്മൾ മൈനസ് ഇടും. ഓക്കെ, എച്ച് ഇസ് അൺമാരിഡ്. എച്ച് അൺമാരിഡ് ആണ്. ജി ഇസ് മെയിൽ. ജി മെയിലാണ്. എം ഹാസ് 2 ചൈൽഡ്. എമ്മിന് 2 ചൈൽഡുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എഫിൻ്റെയും ടിയുടെയും പൊസിഷൻ മനസ്സിലായി. ഇനി നമ്മൾ എഫും ടീം വെച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാൻ പോകുന്നത്. നോക്കി, എഫും ടീം വെച്ചിട്ട് എന്തെങ്കിലും ഇവിടെ പറയുന്നുണ്ടോ എന്ന് നോക്കി. എച്ച് ഇസ് ബ്രദർ ലോ ഓഫ് ജി ആൻഡ് ഓൺലി സൺ ഓഫ് എഫ്. എഫിന് ഒരു മകൻ ഒരെണ്ണേ ഉള്ളൂ, അത് എച്ച് ആണ്. അതുപോലെ എച്ച് ജിയുടെ ബ്രദർ ലോ ആണ്. ഓക്കെ, അപ്പോൾ എഫിന് മകൻ ഒരാളേ ഉള്ളൂ, അത് എച്ച് ആണ്. അപ്പോൾ എഫിന് ഒരു മകനുണ്ട്, അത് എച്ച് ആണ്. വേറെ മകനില്ല കേട്ടോ. എച്ച് മകനായതുകൊണ്ട് നമ്മൾ പ്ലസ് ഇട്ടു. ഇനി ബ്രദർ ലോ ഓഫ് ജി. എച്ച് ജിയുടെ ബ്രദർ ലോ ആണ്. എച്ച് ജിയുടെ ബ്രദർ ലോ ആണ്. അപ്പോൾ ഒന്നുകിൽ ജിയുടെ ബ്രദറിനെയോ സിസ്റ്ററിനെയോ നമ്മുടെ എച്ച് കല്യാണം കഴിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എച്ചിൻ്റെ ബ്രദറിനെയോ സിസ്റ്ററിനെയോ ജി കല്യാണം കഴിച്ചിട്ടുണ്ടായിരിക്കണം. എന്നാലല്ലേ ജിയുടെ ബ്രദറിലോ എച്ച് വരത്തുള്ളൂ. ഇനി എച്ചിനെ പറ്റി ഇവിടെ വേറെ കാര്യം പറയുന്നുണ്ട് കേട്ടോ. എച്ച് ഇസ് അൺമാരിഡ്. എച്ച് കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ എച്ച് കല്യാണം കഴിച്ചിട്ടില്ല, അപ്പോൾ ഈ കേസ് വരത്തില്ല. അപ്പോൾ ഏതാ വരത്തുള്ളൂ? എച്ചിൻ്റെ ബ്രദറിനെയോ സിസ്റ്ററിനെയോ ജി കല്യാണം കഴിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ എച്ചിന് ഒരു ബ്രദറോ സിസ്റ്ററോ കാണും, അയാളെ നമ്മുടെ ജി കല്യാണം കഴിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഇൻഡ്യൂ ഇട്ടേക്കുന്ന അർത്ഥം മാരി ചെയ്യുന്നതിൻ്റെ അർത്ഥം. താഴത്തേക്ക് ഇട്ടേക്കുന്ന വര മകൻ മകള് ആ റിലേഷൻ. ഈ സൈഡിലേക്ക് വര ഇട്ടിട്ട് ഇവിടെ വേക്കൻ്റ് ആണ് അതിൻ്റെ അർത്ഥം. ഇവിടെ ഇയാളുടെ ബ്രദറോ സിസ്റ്ററോ ആരെങ്കിലും ഉണ്ടെന്നായിരിക്കും അർത്ഥം. ഓക്കെ, അത് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, ഇനി ജീനെ പറ്റി എന്തെങ്കിലും പറയണമെന്നാണ് നോക്കാൻ പോകുന്നത്. നോക്കി, കെ ഈസ് ഡോട്ടർ ലോ ഓഫ് ജി. ജിയുടെ ഡോട്ടർ ലോ ആണ് കെ. ജിയുടെ ഡോട്ടർ ലോ ആണ് കെ. അപ്പോൾ ജിക്ക് ഒരു സണ്ണുണ്ട്, ആ സൺ കല്യാണം കഴിച്ചതാണ് കെനെ. കെ ഡോട്ടർ ലോ അല്ലേ, അപ്പോൾ കെ മൈനസ്, ഇവിടെയുള്ള ആൾ പ്ലസ്. നോക്കി, നമ്മുടെ ഏറ്റവും താഴത്തെ ജനറേഷനിൽ ഒരു ടി കിടപ്പുണ്ട്. നമ്മുടെ എച്ച് കല്യാണം കഴിച്ചിട്ടില്ല, അപ്പോൾ ഈ ടി എന്തായാലും എച്ചിൻ്റെ മകനായിരിക്കത്തില്ല. ഓക്കെ, ചിലപ്പോൾ ഈ ജിയുടെ ആയിരിക്കും. പക്ഷേ ഇനി വേറെ ആൾ ഇവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ലോ. അപ്പോൾ നമ്മുടെ ടി അവിടെ തന്നെ നിൽക്കട്ടെ, നമുക്ക് ലാസ്റ്റ് ഇടാം. ഓക്കെ, ഇനി ജീനെ പറ്റി വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കി. ജി ഇസ് മെയിൽ. ജി മെയിലാണ്. ഓക്കെ, അപ്പോൾ ജി മെയിൽ. അപ്പോൾ കല്യാണം കഴിക്കുന്ന ആൾ ഇത് ഫീമെയിൽ ആയിരിക്കുമല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് എടുക്കാത്ത ഏതൊക്കെയാണ് ഉള്ളത്? കേസ് ഡോട്ടർ ലോ ഓഫ് ജി, ഇത് നമ്മൾ എടുത്തു. കേസ് ഡോട്ടർ ലോ ഓഫ് ജി. എം ഇസ് എ ഫാദർ ഓഫ് എൽ, ഇത് നമ്മൾ എടുത്തിട്ടില്ല. എം ഇസ് എ ഫാദർ ഓഫ് എൽ, ഹു ഇസ് എ ഡോട്ടർ ലോ ഓഫ് പി. ഓക്കെ, എല്ലിൻ്റെ ഫാദറാണ് എം, പിന്നെ എല്ല് പിയുടെ ഡോട്ടർ ലോ ആണ്. അപ്പോൾ എല്ല് കല്യാണം കഴിച്ച ആളുടെ അച്ഛനോ അമ്മയോ ആയിരിക്കും പി. ഓക്കെ, ഇനി എല്ല് ഡോട്ടർ ലോ എന്നല്ല പറഞ്ഞേക്കുന്നത്, അപ്പോൾ എല്ല് മൈനസ്, അപ്പോൾ ഇത് പ്ലസ്. ഓക്കെ, ഇനി വേറെ എടുക്കാനുള്ളത് എച്ച് ഇസ് ബ്രദർ ലോ ഓഫ് ജി ആൻഡ് ഓൺലി സൺ ഓഫ് ടി, അത് നമ്മളെടുത്തു. ടി ഇസ് ഗ്രാൻഡ് സൺ ഓഫ് എഫ്, അത് നമ്മളെടുത്തു. എച്ച് ഇസ് അൺമാരിഡ്, അതെടുത്തു. ജി ഇസ് മെയിൽ എടുത്തു. എം ഹാസ് 2 ചൈൽഡ്. എമ്മിന് 2 ചൈൽഡുണ്ട്. ഓക്കെ, അപ്പോൾ എമ്മിന് 2 ചൈൽഡുണ്ട്. അപ്പോൾ എമ്മിൻ്റെ ഒരു ചൈൽഡ് എല്ല്, മറ്റേ ചൈൽഡ് ആരാന്ന് അറിയത്തില്ല. ഓക്കെ, ഇതും കൂടെ ഇന്നത് ചേർത്താൽ മതി. അപ്പോൾ നോക്കി, നമ്മുടെ കയ്യിൽ മൊത്തം 8 പേരുണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. ഈ അറേഞ്ച്മെൻറ്റിൽ ഇപ്പോൾ 1 2 3 4 5 പേര് കിട്ടും. ഇവിടെ 1 2 3 പേരുണ്ട്. അപ്പോൾ ഈ 3 പേരോട് ഇവിടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അറേഞ്ച്മെൻറ്റ് കറക്റ്റ് ആവും. ഓക്കെ, ഇനി നമുക്കിത് മൊത്തത്തിലൊന്ന് പരിശോധിക്കാം. എഫ് ഉണ്ട്, എഫിന് ഒരു സണ്ണുണ്ട്, പിന്നെ ഒരു ഡോട്ടറുണ്ട്. ഓക്കെ, ഡോട്ടർ കല്യാണം കഴിച്ചിട്ടുണ്ട്, അതിൽ ഒരു കൊച്ചുണ്ട്, അയാൾ കല്യാണം കഴിച്ചിട്ടുണ്ട്.
ഇത് ടി ആണോ നമുക്ക് അറിയത്തില്ല, അത് മിക്കവാറും ടി തന്നെയായിരിക്കും, കാരണം ഇവിടെ വേറെ സിബ്ലിങ്സ് ഉള്ള കാര്യം പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? എഫിന് പാപ്പയുടെ 2 ചിൽഡ്രനേ ഉള്ളൂ, അവരുടെ കാര്യം നമുക്കറിയാം. അതിനകത്ത് എച്ച് കല്യാണം കഴിച്ചിട്ടില്ല, അപ്പോൾ മിക്കവാറും ഇവരുടെ തന്നെ മകനായിരിക്കണം നമ്മുടെ ടി. ഓക്കെ, ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ എം ഉണ്ട്, എമ്മിന് 2 ചിൽഡ്രൻ ഉണ്ട്. ഒരാളുടെ കാര്യം അറിയത്തില്ല, ഒരാൾ ഫീമെയിലാണ്. അപ്പോൾ ഇയാൾ കല്യാണം കഴിച്ച ആളുടെ ഫാദറോ മദറോ ആണ് പി. ഇനി നമ്മുടെ അറേഞ്ച്മെൻറ്റിൽ 2 വേക്കൻറ്റ് പ്ലേസ് ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു ഫീമെയിലിൻ്റെ പ്ലേസ് വേക്കൻ്റ് ഉണ്ട്, ഒരു ഫീമെയിലിൻ്റെ പ്ലേസ് ഇവിടെ കിടപ്പുണ്ട്. ഇതങ്ങോട്ട് ഇട്ടുകൊടുത്ത് നോക്കാം. അപ്പോൾ എല്ല് ഇൻ കേസ് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ എല്ല് കല്യാണം കഴിച്ച ആളുടെ അച്ഛനോ അമ്മയോ ആണ് പി. എല്ല് കല്യാണം കഴിച്ച ജി അല്ലേ, ജിയുടെ അച്ഛനോ അമ്മയോ ആണ് പി. ഇനി എല്ലിന് ഒരു സിബ്ലിംഗ് ഉണ്ട്, എല്ലിനൊരു ബ്രദറോ സിസ്റ്ററോ ഉണ്ട്. അപ്പോൾ എല്ല് ഇവിടെയാണെങ്കിൽ എല്ലിൻ്റെ ബ്രദർ എച്ച്. ഇനി എല്ലിൻ്റെ ഫാദറാണ് എം, എല്ലിൻ്റെ ഫാദർ എം. അപ്പോൾ എം ഇവിടെ വരും. എം ഫാദർ ആണെങ്കിൽ എഫ് ഫീമെയിൽ ആയിരിക്കും. ഓക്കെ, എഫ് മദർ. അപ്പോൾ പിയുടെ സണ്ണ് ജി. ഇനി ലാസ്റ്റത്തെ ഇവിടെ ഇടാനൊരു ടി കിടപ്പില്ലേ, ആ ടീനെ എടുത്ത് ഇവിടെ ഇടുക. ഇപ്പോൾ കറക്റ്റ് ആയില്ലേ? ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഹിൻറ്റുകളെല്ലാം സാറ്റിസ്ഫൈ ആയില്ലേ? നോക്കി, കെ ഈസ് ഡോട്ടർ ലോ ഓഫ് ജി, ജിയുടെ ഡോട്ടർ ലോ ആണ് കെ, ജിയുടെ ഡോട്ടർ ലോ കെ. എം ഇസ് ദ ഫാദർ ഓഫ് എൽ, എല്ലിൻ്റെ ഫാദർ എം ആണ്. എൽ ഡോട്ടർ ലോ ഓഫ് പി, പിയുടെ ഡോട്ടർ ലോ ആണ് എൽ, പിയുടെ മകൻ്റെ ഭാര്യയാണ് എൽ. എച്ച് ഇസ് ബ്രദർ ലോ ഓഫ് ജി, എച്ച് ജിയുടെ ബ്രദർ ലോയാണ്. നോക്കി, ജിയുടെ ഭാര്യയുടെ ബ്രദറാണ് എച്ച്. ആൻഡ് ഓൺലി സൺ ഓഫ് എഫ്, എച്ച് എഫിൻ്റെ ഓൺലി സണ്ണാണ്. എഫിന് അപ്പാടെ മകൻ ഒരാളേ ഉള്ളൂ, അത് എച്ച് ആണ്. ടി ഈസ് ഗ്രാൻഡ് സൺ ഓഫ് എഫ്, എഫിൻ്റെ ഗ്രാൻഡ് സൺ ആണ് ടി, പക്ഷേ എച്ചിൻ്റെ മകനല്ല, എല്ലിൻ്റെയും ജിയുടെ മകനാണ് ടി. എച്ച് സൺമാരുടെ, എച്ച് കല്യാണം കഴിച്ചിട്ടില്ല. ജി ഇസ് മെയിൽ, ജി മെയിലാണ്. എം ഹാസ് 2 ചൈൽഡ്, എമ്മിന് 2 ചൈൽഡുണ്ട്, എല്ല് വെച്ചും. ഓക്കെ, ഇവിടെ നമ്മുടെ പിയുടെ ജെൻഡർ അറിയത്തില്ല, പി മെയിലാണോ ഫീമെയിലാണോ അറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അറേഞ്ച്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ചെയ്യാമല്ലോ. ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. ഹൗ ഇസ് എം റിലേറ്റഡ് ടു ജി, എമ്മും ജി തമ്മിലുള്ള റിലേഷൻ. ഹൗ ഇസ് കെ റിലേറ്റഡ് ടു എൽ, കെയും എല്ലും തമ്മിലുള്ള റിലേഷൻ. ഹു ഇസ് ദ ഫോളോയിങ് ഇസ് സൺ ഓഫ് എം, എമ്മിൻ്റെ സൺ ആരാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകും. ഓക്കെ, കോഡിങ് ആ വർക്ക് ജസ്റ്റ് നോട്ട് ഡൺ കോഡ് വന്നിട്ടുണ്ട്. വർക്ക് സെയിം ആൻഡ് ഈക്വൽ കോഡ് വന്നിട്ടുണ്ട്. സെയിം കേസ് ജസ്റ്റ് ഓപ്പോസിറ്റ് കോഡ് വന്നിട്ടുണ്ട്. നോട്ട് ഓപ്പോസിറ്റ് ബട്ട് ഈക്വൽ കോഡ് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കുക, വാട്ട് ഇസ് ദ കോഡ് ഫോർ ഓപ്പോസിറ്റ്, ഓപ്പോസിറ്റിൻ്റെ കോഡ് നോക്കുക. ഓപ്പോസിറ്റ് എവിടേക്കുള്ള നോക്കി, ഓപ്പോസിറ്റ് ഇവിടെയുണ്ട്, ഓപ്പോസിറ്റ് ഇവിടെയുണ്ട്. സെയിം കേസ് ജസ്റ്റ് ഓപ്പോസിറ്റ്, നോട്ട് ഓപ്പോസിറ്റ് ബട്ട് ഈക്വൽ. ഇവിടെ കോമൺ ആയിട്ട് ഓപ്പോസിറ്റ് മാത്രമേ ഉള്ളൂ, അപ്പോൾ ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള ഏതാണ് അതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, SWDS AP KL നമ്മുടെ AP ഉണ്ട്, അപ്പോൾ AP ആണ് ഓപ്പോസിറ്റിൻ്റെ കോഡ്, ഓപ്ഷൻ എ. അടുത്തത് കോഡ് ഫോർ സെയിം, സെയിമിൻ്റെ കോഡ് കണ്ടുപിടിക്കുക. സെയിം എവിടേക്കുള്ളത് നോക്കി, ഇവിടെ സെയിം ഉണ്ട്, ഇവിടെ സെയിം ഉണ്ട്. ഓക്കെ, ഇനി വർക്ക് സെയിം ആൻഡ് ഈക്വൽ, സെയിം കേസ് ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇവിടെ സെയിം മാത്രമേ കോമൺ ഉള്ളൂ, പിന്നെ അത് കോമൺ ഉള്ള എടുക്കുക. അപ്പോൾ ഇത് ആദ്യം തന്നെ കിടപ്പുണ്ട് SW ആയിരിക്കും സെയിമിൻ്റെ കോഡ് SW. ഇപ്പോൾ ഏത് ഓപ്ഷൻ, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, വാട്ട്സ് കോഡ് ഫോർ കേസ്, കേസിൻ്റെ കോഡ് കണ്ടുപിടിക്കുക. കേസ് എവിടെ ഉള്ളത് നോക്കി, സെയിം കേസ്. ഓക്കെ, നോട്ട് ഓപ്പോസിറ്റ് ബട്ട് ഈക്വൽ, സെയിം കേസ് ജസ്റ്റ് ഓപ്പോസിറ്റ് കേസ്. ഓക്കെ, അപ്പോൾ കേസ് ഇവിടെ മാത്രമേ ഉള്ളൂ, വേറെ എങ്ങും കേസില്ല കണ്ടോ. അപ്പോൾ ഇവിടെ മാത്രമുള്ള കോഡ് എടുത്താൽ മതി. ഓക്കെ, SWDS, DS ഇവിടെയുണ്ട്, SW ഇവിടെയുണ്ട്. ഇനി APKL, AP ഇവിടെയുണ്ട്. അപ്പോൾ KL ആയിരിക്കും നമ്മുടെ ആൻസർ. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ KL. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, വാട്ട്സ് എ കോഡ് ഫോർ ഈക്വൽ വർക്ക്. ഓക്കെ, ഈക്വൽ വർക്കിൻ്റെ കോഡ് കണ്ടുപിടിക്കുക. ഈക്വൽ വർക്ക് ഇവിടെയുണ്ട്, വർക്ക് ഇവിടെയുണ്ട്. ഇനി ഈക്വൽ, ഓക്കെ, ഈക്വൽ ഇവിടെയുണ്ട്, ഇത് ഇവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ വർക്ക് ജസ്റ്റ് നോട്ട് ഡൺ, വർക്ക് സെയിം ആൻഡ് ഈക്വൽ. അപ്പോൾ ഈ 2 സെൻറ്റൻസിൽ വർക്ക് മാത്രമേ കോമൺ ഉള്ളൂ, അപ്പോൾ ഇതിനകത്ത് മാത്രം കോമൺ ഉള്ളതെന്ന് നോക്കിയാൽ മതി. DS GI NJ. ഓക്കെ, നമ്മുടെ GA ഉണ്ട്, അപ്പോൾ വർക്കിൻ്റെ കോഡ് കിട്ടി GA. ഇനി ഈക്വലിൻ്റെ കോഡ് വേണം. ഓക്കെ, നോട്ട് ഓപ്പോസിറ്റ് ബട്ട് ഈക്വൽ, നോട്ട് ഓപ്പോസിറ്റ് ബട്ട് ഈക്വൽ. നോക്കി, ഇവിടെ ഈക്വൽ മാത്രമേ കോമൺ ഉള്ളൂ, അപ്പോൾ അതായത് നോക്കിയാൽ പോരെ. GA SW AS XS ഉണ്ട്, AS XS ഉണ്ട്. ഓക്കെ, AS. അപ്പോൾ AS ആണ് ഈക്വൽ ചോദിച്ചേക്കുന്നത്. വർക്ക് ഈക്വൽ എന്നല്ലേ, GI AS ആയിരിക്കും നമ്മുടെ ആൻസർ. GI AS. ഓക്കെ,
സത്യം പറഞ്ഞാൽ നല്ല എളുപ്പമായിരുന്നു, പക്ഷേ എക്സാമിന് ഇത്ര എളുപ്പമുള്ള കാണത്തില്ല കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ മെമ്മറി ബേസ്ഡ് പേപ്പറാണ്. ശരിക്കും എക്സാമിനൊന്നും പേപ്പർ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് മെമ്മറി ബേസ്ഡ് ആണ്. അതായത് നമ്മൾ എക്സാം എഴുതാൻ പോയിട്ട് എക്സാം എഴുതിയ പിള്ളേർ ഓർത്തെടുത്ത് പറഞ്ഞു കൊടുത്ത് ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ ശരിക്കും കഴിഞ്ഞ കൊല്ലം നടന്ന എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഇത് തന്നെയാണോ എന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പോൾ ഏകദേശം പാറ്റേൺ നമുക്ക് കിട്ടും. അത്രയേ ഉള്ളൂ ഈ മെമ്മറി ബേസ്ഡ് പേപ്പർ എടുത്ത് ചെയ്യുന്നുള്ളൊരു ഗുണം. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. 7 students A, B, D, E, G, H and L have practical exams on different day of same week starting from Monday to Sunday. Okay, Monday to Sunday 7 പിള്ളേർക്ക് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. നോട്ട് നെസസറി ഇൻ ദ സെയിം ഓർഡർ. ഓൺലി 1 student ഹാസ് പ്രാക്ടിക്കൽ എക്സാം ഓൺ ഈച്ച് ഡേ. ഒരു ദിവസം ഒരു ഉച്ചന് എക്സാം ഉള്ളൂ. ഓക്കെ, ദർ ആർ മോർ ദാൻ 3 students ഹാവ് പ്രാക്ടിക്കൽ എക്സാം ആഫ്റ്റർ എ. ഹിൻഡുകളാണ്. അപ്പോൾ 7 പിള്ളേർ മൺഡേ ടു സൺഡേ. അപ്പോൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേയും ഉണ്ട്. ഒന്ന് വരച്ചും കൂടെ ഇട്ടേക്കാം. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. ഓക്കെ, ദർ ആർ മോർ ദാൻ 3 students ഓഫ് പ്രാക്ടിക്കൽ എക്സാം ആഫ്റ്റർ എ. എക്ക് ശേഷം മോർ ദാൻ 3 students ഉണ്ട്. അപ്പോൾ എക്ക് ശേഷം മോർ ദാൻ 3. അപ്പോൾ 4, 5, 6, 7 അങ്ങനെ എത്ര എണ്ണം വരാം. അപ്പോൾ നോക്കി, ലാസ്റ്റ് മിനിമം 4 പേര് വേണം. 1, 2, 3, 4. അപ്പോൾ ഒന്നുകിൽ എ ഇവിടെ, അല്ലെങ്കിൽ എ ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ എ ഇവിടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 3 പോസിബിലിറ്റി ഉണ്ട്. ഓൺലി 1 student ഹാസ് പ്രാക്ടിക്കൽ എക്സാം ബിറ്റ്വീൻ എ ആൻഡ് എച്ച്. എക്ക് എച്ചിനടയ്ക്കും ഒരാളേ ഉള്ളൂ. എക്ക് എച്ചിനടയ്ക്കും ഒരാൾ. എ കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് എച്ച് ഒന്നുകിൽ ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ എ കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് എച്ച് ഇവിടെ ആയിരിക്കും. എ കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് എച്ച് ഇടാൻ ഇടവില്ല. എ കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് എച്ച് ഇവിടെ, എ കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് എച്ച് ഇവിടെ. ഓക്കെ, 3 പോസിബിലിറ്റി. ദർ ആർ 3 students ഓഫ് പ്രാക്ടിക്കൽ എക്സാം ബിറ്റ്വീൻ ജി ആൻഡ് ബി. ജിക്കും ബിക്കും ഇടയ്ക്ക് 3 പേരുണ്ട്. ജി ഹാസ് പ്രാക്ടിക്കൽ എക്സാം ബിഫോർ എച്ച് ബട്ട് നോട്ട് ഇമ്മീഡിയറ്റ്ലി ബിഫോർ എച്ച്. ഓക്കെ, എച്ചിന് മുമ്പാണ് ജി, പക്ഷേ തൊട്ട് മേളിൽ ജി വരത്തില്ല. അപ്പോൾ എച്ചിന് മുമ്പ് ജി വരണം. എച്ച് നമ്മുടെ ഫസ്റ്റ് പോസിബിലിറ്റിയിൽ എച്ച് ഇവിടെ കിടക്കുന്നത്. എച്ചിന് മുമ്പ് ഇനി ഇടാൻ ഇടവില്ല. അപ്പോൾ എച്ച് അവിടെ വരത്തില്ല. ഇനി എച്ചിന് മുമ്പ് ജി വരണം, പക്ഷേ എച്ചിന് തൊട്ട് മുമ്പ് വരാൻ പാടില്ല. അപ്പോൾ ജി ഇവിടെ വരത്തില്ല. അപ്പോൾ ജി ഒന്നുകിൽ ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും. ഓക്കെ, ഇനി എച്ചിന് മുമ്പ് ജി വരണം, തൊട്ട് മുമ്പ് വരാൻ പാടില്ല. അപ്പോൾ ജി ഇവിടെ വരത്തില്ല. ജി അപ്പോൾ ഇവിടെ ആയിരിക്കും ഈ കേസിൽ. ഇനി എച്ചിന് മുമ്പ് ജി വരണം, എച്ചിന് തൊട്ട് മുമ്പ് വരാൻ പാടില്ല. ജിയിൽ ഇടാൻ ഒറ്റ ഗ്യാപ്പല്ലേ ഉള്ളൂ. അവിടെ ജി ഇടാനും പറ്റത്തില്ല. അപ്പോൾ ഈ പോസിബിലിറ്റി വരത്തില്ല. ഓക്കെ, ദർ ആർ 3 students ഓഫ് പ്രാക്ടിക്കൽ എക്സാം ബിറ്റ്വീൻ ഡി ആൻഡ് ഇ. ഡിക്കും ഇക്കും ഇടയ്ക്ക് 3 പേരുണ്ട്. ഡിക്കും ഇക്കും ഇടയ്ക്ക് 3 പേർക്കുണ്ട്. ഇ ഡസ് നോട്ട് ഹാവ് പ്രാക്ടിക്കൽ എക്സാം ഓൺ ദ ലാസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്. ഏറ്റവും ലാസ്റ്റ് ഡേ ഇ വരത്തില്ല. അപ്പോൾ ഈ ദിവസം ഇ വരത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇടാനുള്ളത് ഡിയും ഇ ഇടാനുണ്ട്, ജിയും ബി ഇടാനുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസിൽ ജിയുടെ പോസിബിൾ പ്ലേസ് 2 എണ്ണം ഉണ്ട്. രണ്ടാമത്തിൽ ജിയുടെ പോസിബിൾ പ്ലേസ് ഒറ്റ പ്ലേസ് ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നമ്മുടെ ജി ഇവിടെയാണെന്ന് വിചാരിക്കുക. ഏറ്റവും മുകളിലാണ് ജി എന്ന് വിചാരിക്കുക. അപ്പോൾ ജി കഴിഞ്ഞിട്ട് 3 കഴിഞ്ഞിട്ട് ബി. ജി ഇവിടെയാണെങ്കിൽ 1, 2, 3 കഴിഞ്ഞിട്ട് ബി ഇവിടെ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ജി അവിടെ വരത്തില്ല. ജി ഇവിടെ ആണെങ്കിലോ, ജി കഴിഞ്ഞിട്ട് 3 കഴിഞ്ഞിട്ട് ബി. ജി കഴിഞ്ഞിട്ട് 1, 2, 3 കഴിഞ്ഞിട്ട് ബി ഇവിടെ. ഓക്കെ, ഇനി ഡിയും ഇയും ഇടണം. ഇ ഇവിടെ വരത്തില്ല. ഇനി ഇ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇ കഴിഞ്ഞിട്ട് 3 കഴിഞ്ഞിട്ട് ഡി ഇടണം. ഇ കഴിഞ്ഞിട്ട് 1, 2, 3 കഴിഞ്ഞിട്ട് ഡി ഇടാൻ ഇടവില്ല. ഇ കഴിഞ്ഞിട്ട് 1, 2, 3 കഴിഞ്ഞിട്ട് ഡി ഇടാൻ ഇടവില്ല. അപ്പോൾ ഇ ഇവിടെ വരത്തില്ല. ഇനി ഒരു ഗ്യാപ്പും കൂടി ഇല്ലേ, ഇ ഇവിടെയാണെങ്കിൽ 1, 2, 3 കഴിഞ്ഞിട്ട് ഡി ഇടാൻ പറ്റത്തില്ല. ഓക്കെ, അതായത് ആദ്യത്തേൻ്റെ അകത്ത് ഒരു പോസിബിലിറ്റിയും വരത്തില്ല. അപ്പോൾ ആദ്യത്തെ വരത്തില്ല, തെറ്റാണ്. ഇനി രണ്ടാമത്തെ നോക്കി, ഇവിടെ ജി ഇവിടെയുണ്ട്, എ ഇവിടെയുണ്ട്, എച്ച് ഇവിടെയുണ്ട്. ജി കഴിഞ്ഞിട്ട് 3 കഴിഞ്ഞിട്ട് ബി. ജി കഴിഞ്ഞിട്ട് 1, 2, 3 കഴിഞ്ഞിട്ട് ബി ഇവിടെ, കുഴപ്പമില്ല. ഇനി ഇ ഇവിടെ വരത്തില്ല. അപ്പോൾ ഇ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇ കഴിഞ്ഞിട്ട് 3 കഴിഞ്ഞിട്ട് ഡി ഇടണം. ഇ കഴിഞ്ഞിട്ട് 1, 2, 3 കഴിഞ്ഞിട്ട് ഡി ഇവിടെ ഇടത്തില്ല. ഇനി ഇ ഇവിടെ ഇടാനുള്ളത് ഇ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ 1, 2, 3 കഴിഞ്ഞിട്ട് ഇടാൻ ഇടവില്ല. ഇ കഴിഞ്ഞിട്ട് 1, 2, 3 കഴിഞ്ഞിട്ട് ഡി ഇവിടെ ഇടാം, കുഴപ്പമൊന്നുമല്ലോ. അപ്പോൾ നമ്മുടെ ജിനെ നമ്മൾ ഇവിടെ ഇട്ടായിരുന്നു, എനെ ഇവിടെ ഇട്ടായിരുന്നു, ഇനെ നമ്മൾ ഇവിടെ ഇട്ടായിരുന്നു. എച്ച് ഇവിടെ ഉണ്ട്, ബി ഇവിടെ ഉണ്ട്, ഡി ഉണ്ട്. ഇനി ഒരാളും കൂടെ ഇടാനുള്ളൂ. അതാരാ? ABCD EFG HL. ഓക്കെ, എല്ലാണ് ഇടാനുള്ളത്. ഇതാണ് നമ്മുടെ അറേഞ്ച്മെൻറ്റ്.
ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ വേണേൽ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഓൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡേ എൽ പ്രാക്ടിക്കൽ എക്സാം. ഓക്കെ, ഫോളോയിങ് പ്രാക്ടിക്കൽ എക്സാം ഓൺ വെനസ്ഡേ ആർക്കാണ് ഉള്ളതെന്ന് ഇനി ഇറക്കാം. ഹൗ മെനി സ്റ്റുഡൻസ് ഹാസ് എക്സാം ബിറ്റ്വീൻ ഇ ആൻഡ് ബി. ഇക്കും ബിക്കും കൂടെ എത്ര പേർക്കുണ്ടെന്ന്. ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് ആർ എക്സാം ഇമ്മീഡിയറ്റ്ലി ബിഫോർ എച്ച്. എച്ചിന് തൊട്ട് മുമ്പ് ആർക്കാണ് ഉണ്ടായിരുന്നെന്ന്. ഫോർ ദ ഫോളോയിങ് 5 ബിലോങ് ടു ഗ്രൂപ്പ്. കോഡും കണ്ടുപിടിക്കുക. എ ജി എച്ച് ഇ എൽ ബി. എ ജി എച്ച് ഇ എൽ ബി. എ ജി എച്ച് ഇ എൽ ബി. ഓക്കെ, ഇപ്പം ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇ എ ബി ഡി. ഇ എയും ബി ഡിയും. ബി ഡി ആണ് ഓടുക. ഓക്കെ ഓക്കെ, അപ്പോൾ കൂട്ടുകാർ ഇന്നത്തേക്ക് ഇത്രയും മതി. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.